പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, റബ്ബ് സുബ്ഹാനഹു വ തആല നല്ലൊരു പ്രഭാതം നമുക്കെല്ലാവർക്കും തന്നനുഗ്രഹിക്കട്ടെ. അതിലുപരി നല്ല ഖൈറായൊരു ജീവിതം നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു അനുഭവിക്കാൻ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. മഹാന്മാരുടെ തർബിയത്തിലായി നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ സൗഭാഗ്യങ്ങളും ഉടയ തമ്പുരാൻ നമ്മുടെ ജീവിതത്തിൽ തന്നനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമാക്കപ്പെട്ട ഈ മാസത്തിൻ്റെ ബറക്കത്ത് എല്ലാവർക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ആരംഭിക്കുകയാണ്. മഹത്തായ വെള്ളിയാഴ്ച നമസ്കാരത്തിന് ശേഷം, വെള്ളിയാഴ്ച ദിവസത്തിലെ അസ്ർ നമസ്കാരത്തിന് ശേഷം ആരെങ്കിലും 17 തവണ ആയത്തുൽ കുർസി ഓതി എന്ത് ആവശ്യത്തിന് വേണ്ടിയാണോ അവൻ മനസ്സിൽ കരുതിയത് അവൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ ആ 17 ആയത്തുൽ കുർസിൻ്റെ മഹത്വം കൊണ്ട് ലഭിക്കുന്നതാണെന്ന് മഹാന്മാർ രേഖപ്പെടുത്തി വെക്കുകയാണ്. അസ്ർ നിസ്കാരം കഴിഞ്ഞ ഉടനെ അതേ സ്ഥലത്തിരുന്നു കൊണ്ട് 17 തവണയാണ് നാം അത് ചൊല്ലി തീർക്കേണ്ടത്. ഇനി ഒരാൾക്ക് അതിന് സമയം കിട്ടിയില്ല, കാരണം ജീവിതത്തിലെ പല മേഖലകളിലൂടെ കടന്നു പോകുന്ന നമ്മുടെ ജീവിതം തിരക്കുകൾക്ക് സമാനമായി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ചിലപ്പോൾ ആ സമയത്തിൽ നമുക്കത് ചൊല്ലാൻ കഴിഞ്ഞില്ല എങ്കിൽ അസർ നിസ്കാരത്തിന് ശേഷം അതിന് സമയം കിട്ടിയില്ല എങ്കിൽ മഗ്രിബിന് തൊട്ട് മുന്നേ ആയിക്കൊണ്ട് അത് ചൊല്ലി തീർക്കാൻ നാം സമയം കണ്ടെത്തണം. എന്നാലാണ് നാം ഉദ്ദേശിച്ച കാര്യങ്ങൾ മഹത്തായ സൂറത്തിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയുകയുള്ളൂ എന്ന് മഹാന്മാർ രേഖപ്പെടുത്തി വെക്കുകയാണ്. അതുപോലെ തന്നെ മഹാനായ ഇബ്രാഹിമുൽ അഫന്ദി തങ്ങൾ പറയുകയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം നേടാൻ വല്ല പ്രയാസങ്ങളും തടസ്സമായി മുന്നിൽ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഉപദ്രവങ്ങൾ നിങ്ങൾക്ക് വരാൻ ഉണ്ട് എന്ന് മനസ്സിങ്ങനെ പറയുന്ന സമയത്ത് അതിൽ നിന്നൊക്കെ ഒരു സംരക്ഷണം ലഭിക്കാൻ മഹത്തായ ആയത്തുൽ കുർസി അത് എല്ലാ ദിവസവും ഓതാം. വെള്ളിയാഴ്ച എന്നല്ല, എല്ലാ ദിവസവും ഓതാം. ഒരു ആയത്തുൽ കുർസി ഓതിയതിന് ശേഷം വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയുൽ അലീം. എന്താണ് വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയുൽ അലീം എന്ന ആയത്തുൽ കുർസിയിലെ ഒരായത്താണ്. ആ ആയത്ത് 70 തവണയും കൂടെ ചൊല്ലുകയാണ് എങ്കിൽ മേൽപ്പറയപ്പെട്ടതായ തടസ്സങ്ങളൊക്കെ നീങ്ങാനും ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെ പൂർത്തീകരിക്കാനും മഹാന്മാർ പറഞ്ഞു തന്ന ഈ ദിക്റിലൂടെ സാധിക്കുമെന്ന് മഹാന്മാർ ഉറപ്പ് തരികയാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക, അതിനുവേണ്ടി തയ്യാറാവുക. നല്ലൊരു സുന്ദരമായ ജീവിതം ഉടയ തമ്പുരാൻ നമ്മുടെ ജീവിതത്തിൽ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.